അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെയല്ല, നാളെ നിങ്ങളൊരു പണി ചെയ്യണം. നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കണം. ഇന്നത്തെ പ്രാർത്ഥന കേൾക്കുന്നവർ ഓർത്തേക്കണം, നാളെ അച്ഛൻ രേഖകൾ വെച്ച് പ്രാർത്ഥിക്കും. സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, സ്ഥലം, അവന് ഹൗസിൻ്റെ പ്ലാനുകൾ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ, എന്തെല്ലാം രേഖകളാണ് നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യണത്, ഈ ആഴ്ച കൈകാര്യം ചെയ്യേണ്ടത്, അതെല്ലാം നാളെ പ്രാർത്ഥിക കയ്യിലുണ്ടാകണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഈശോ. പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശോയെ. ഭർത്താവിനോട് വഴക്കിട്ടിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മക്കളെ അനുസരിക്കാത്തവരുണ്ട്, മക്കൾ ജയിലിലായവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട്. കർത്താവേ, കണ്ണീരുടെ അങ്ങയുടെ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ കന്യാസ്ത്രീ മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവ്, സാമ്പത്തിക ബാധ്യതകളായും ജോലി ഇല്ലാത്തവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട് ഈശോയെ. അവരെ സ്പർശിക്കണേ കർത്താവേ. അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സും മടുത്ത് തളർന്നിരിക്കണം ഈശോയെ. അവരെല്ലാം നിന്റെ തിനൂറുപാടുന്ന അണിപ്രതാർന്ന് വലത് കരത്താൽ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടിയ കാറ്റടിക്കണമേ കർത്താവേ. കാറ്റ് അങ്ങയുടെ ആത്മീയ കാറ്റാൽ അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ധൈര്യത്തിൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ആവസിക്കണമേ. അടിപ്പിടുന്ന പോലെ വൈതാഖലം ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഗുഡ് ഡേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ആധ്യാത്മിക യാത്രയ്ക്ക് മാതാവ് എന്നെ കൊണ്ടുപോയിരിക്കുന്നു. ഞാനിപ്പോൾ തിരിച്ച് കൃപാസനത്തിൽ എത്തിയിട്ടുണ്ട്. ശുശ്രൂഷകൾ ഞാൻ വന്നത് ബുധനാഴ്ച തന്നെ, ചൊവ്വാഴ്ച രാത്രി വന്നു. ബുധനാഴ്ച തന്നെ ശുശ്രൂഷകൾ കൃപാസനത്തിൽ ആരംഭിച്ചു. എൻ്റെ ശുശ്രൂഷകൾ കൃപാസനം നല്ല ലൈവായിട്ട് ഭംഗിയായിട്ട് തന്നെ, അച്ഛനില്ലെങ്കിലും നൂറുകണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തും പുതുക്കി ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മാതാവ് എന്നെ ലൂർദിൽ കൊണ്ടുപോയി. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് അവിടെ 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ഉണ്ടായിരുന്നു. 7 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഫ്രാൻസിൽ ലൂർദിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ലൂർദിനകത്ത് തന്നെ ചാപ്പല് സിസ്റ്റർ ഷീബ തോമസ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഒരു വലിയ സുവിശേഷകരുണ്ട്. അവരുടെ ഒരു കോൺഗ്രിഗേഷനുണ്ട്. അത് സൂപ്പറാണ്. അവരാണ് ഇതെല്ലാം സംഘടിപ്പിച്ച് തന്നത്. അവരെല്ലാം ഇപ്പം നന്ദിയോടെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. എങ്കിലും ആ ദിവസങ്ങളിൽ പകുതി ദിവസം ധ്യാനവും ഉടമ്പടി ധ്യാനവും പകുതി ദിവസം തീർത്ഥാടനമായിരുന്നു. തീർത്ഥാടനത്തിൽ രാവിലെ തൊട്ട് 2 മണി വരെ ഉടമ്പടി ധ്യാനം. 2 മണിക്ക് ശേഷം അവർക്ക് ലൂർദ് ബസിലിക്കായിൽ ദിവ്യകാരുണ്യ ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ലോകപ്രസിദ്ധമായ പ്രദക്ഷിണം. പിന്നെ ഒരു ദിവസം കുരിശിൻ്റെ വഴി മലമുകളിൽ, പിന്നെ ഒരു ദിവസം ജപമാല ഘോഷയാത്ര. അതൊക്കെ 2000-3000 പേരാണ് പങ്കെടുക്കണത്. എല്ലാ ലോകത്തുള്ള എല്ലാ കോണ്ടിനെൻസിലുള്ള ആൾക്കാരുടെ ഒരു വിവിധ ഭാഷകളിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ കുർബാന ചെല്ലാനും മാതാ പ്രത്യക്ഷപ്പെടത്ത് കുർബാന ചെല്ലാനൊക്കെ അമ്മ അനുഗ്രഹിച്ചു. അവിടെ ജപമാല ചെല്ലാൻ അനുവദിച്ചു അല്ലേ. അപ്പോൾ അത് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലൂർദിൽ വെച്ച് മാതാവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം മാതാവിൻ്റെ പള്ളിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ കൂടെ നിന്നവരോട് ചോദിച്ചു, പുരാതനമായ മീറയുടെ സ്മെല്ല് വരുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനവിടെ നിന്ന് 10-12 പേരുണ്ടായിരുന്നു. അവരാരും പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ്. സ്വാഭാവികമായാണ് ഞാൻ അമ്മയുടെ പള്ളിയിൽ മുകളിൽ കയറി 2ാമത്തെ പള്ളി കയറി. 3 പള്ളി ഒറ്റ നിരയിലാണ്. അവിടെയും പുരാതനമായ നാർദിൻ സുഗന്ധതൈലത്തിൻ്റെ അഭിഷേകം. 3ാമത്തെ പള്ളി കയറിയപ്പോഴും ഇതേ സ്മെല്ല്. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും ആ സ്മെല്ലില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് അമ്മയോട് ചോദിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി സുവിശേഷം തുറന്നപ്പോൾ എനിക്ക് 12:3 കിട്ടി. 12:3. അമ്മയെക്കുറിച്ച് ഡയറക്റ്റ് പറയുന്ന അല്ലെങ്കിലും അമ്മയുടെ പേര് അവിടെയുണ്ട്, ആ വാക്യത്തിലുണ്ട്. യോഹന്നാൻ 12:3. മറിയം
മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അമ്മ മരിയം വീടുകളാണ് എപ്പോഴും പരിമളം കൊണ്ട് നിറയണത്. അത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന സുഗന്ധാഭിഷേകങ്ങളൊക്കെ ഇല്ലേ, ഉടമ്പടി എടുത്തവർ എന്തുമാത്രം ആൾക്കാരാണ് പേഴ്സണൽ കോണ്ടാക്റ്റിൽ മരിയം സുഗന്ധാഭിഷേകം അനുഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പ്രൈവറ്റ് എക്സ്പീരിയൻസാണ്. അതിനൊരു ഡോഗ്മാറ്റിക് വശമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സത്യമായ ഒരു അനുഭവമാണിത്. പക്ഷെ അതിനെല്ലാം എവിടെ ഈ ശുശ്രൂഷ എവിടെ നടക്കുന്നു, നമുക്ക് മരിയ സുഗന്ധാഭിഷേകത്തിന് അടിസ്ഥാന ശുശ്രൂഷകളാണെന്നാണ് എനിക്ക് ലൂർദിൽ വെച്ച് അമ്മ പറഞ്ഞത്. മാതാവിൻ്റെ പേരിൽ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകും. അത് പ്രസൻസാണ്, സാന്നിധ്യമാണ്. അപ്പം നിങ്ങളെ എപ്പോഴും കുറച്ച് പേര് ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ എരിവും തീഷ്ണതയും കാണിക്കുമ്പോൾ മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകുമെന്നുള്ള ധാരണയുണ്ട്. ആ ധാരണ തെറ്റാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട്. എന്താണ്? ശുശ്രൂഷയുടെ വശമുണ്ട്. സുഗന്ധവും ശുശ്രൂഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് അറിയാമല്ലോ, ഉടമ്പടി എന്ന് പറയണത് നമ്മളൊരു ഉടമ്പടി ജീവിതത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനത്തിൽ ഒരു മോള്, അവളുടെ ഭർത്താവ്, അവൾക്ക് കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ ജനിച്ച് 6 വയസ്സായ ആ കുഞ്ഞിന് 6 വയസ്സായപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചു. അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അവർക്ക് പിന്നെ ദൈവത്തെ വെറുത്തു, മാതാവിനുമായിട്ട് കലഹിച്ചു, ഔസേപ്പിതാവിനായിട്ട് കലഹിച്ചു, ഈശോനെ കണ്ടപ്പോൾ കലഹിച്ചു, കാണുന്ന രൂപത്തിനടുത്തെല്ലാം കലഹിച്ചു. നിങ്ങളെല്ലാം ഉണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കിനി നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങളില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയും ഞാൻ നിങ്ങളില്ലാതെ മരിക്കുമെന്ന് പറയും. എന്നിട്ട് ഇവള് രഹസ്യമായിട്ട് ഭർത്താവിനോട് വീട്ടുകാരോട് പറയും, എനിക്കെന്തോ ഡിപ്രഷനാണ്, എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ സൈക്കാട്രിസ്റ്റ് എന്നോട് ചോദിക്കും എനിക്ക് ഉറക്കമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഉറക്കമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്ക ഗുളിക അനുവദിച്ച് തരും. അപ്പോൾ ഞാനത് കഴിച്ച് ആത്മഹത്യ ചെയ്യും. അപ്പോൾ ആ ഒരു സ്പിരിറ്റിലേക്ക് ഡവാണ്. അങ്ങനെ അവൾക്കൊരു ആ സെക്കൻഡിൽ അവൾക്കൊരു കൃപാസനം പത്രം കിട്ടണതും പിന്നീട് അവൾ ഇതിനെ സർവൈവ് ചെയ്ത് വരണതാണ്. അപ്പോൾ നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ബുദ്ധിയും ബോധവും ഇല്ലാത്തവരും ദൈവിക പദ്ധതിയെക്കുറിച്ച് അജ്ഞരായിട്ടുള്ളവർ പറയും ഇതൊക്കെ ഒരു ബിസിനസ്സാണെന്ന് പറയും. അങ്ങനെയല്ല. എന്നോട് പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് എന്നോട് പറയാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഇത് എന്തെങ്കിലും വിമർശനങ്ങൾ പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വിമർശനങ്ങൾ എൻ്റെ സഭയിലും പുറത്തും ഒക്കെ ഞാൻ ആദ്യകാലം അനുഭവിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ സ്നേഹത്തോടെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ വേല ഏറ്റെടുത്തുകൊണ്ട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചത്. ഇപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റിയെന്ന് വെച്ചാൽ മനുഷ്യൻ ഒരു തകർച്ച വന്ന് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ മാതാവ് തന്നെ നേരിട്ട് ആ പത്രം അവനെ കൊണ്ട് കൊടുത്തിട്ട് ആ മോളെ അങ്ങനെ തന്നെ കാര്യം അവർ എടുത്ത് കൃപാസനത്തിൽ കൊണ്ടുവന്ന് സത്രത്തിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ. കൃപാസനം ഒരു സമരിയക്കാരൻ, മുറിവേറ്റ സമരിയക്കാരൻ്റെ സത്രം പോലെയായി. പക്ഷെ അതൊരു മരിയ സത്രം കൂടിയാണ് ശരിക്കും. എന്താ പറഞ്ഞാൽ ഈ മരിയ സത്രത്തിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കൈ വാങ്ങിച്ചുകൊണ്ട് പോകണത് എന്താണ് ചെയ്യുന്നത്? എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന് മുറിവുകൾ സുഖപ്പെടുത്താൻ വേണ്ടി ഒരു സമരിയക്കാരനായിട്ടാണ് ഇവിടുന്ന് പോണത്. ഈ സമരിയക്കാരൻ്റെ ശുശ്രൂഷ സുഗന്ധമാണ് സുഗന്ധാഭിഷേകമായിട്ട് കൃപാസനം ഉടമ്പടിക്കാരനുഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നല്ല സുഗന്ധം അനുഭവിക്കാൻ, നല്ല ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വരാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ്തലാണ്. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി
ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്
ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ
കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം.
നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ.
അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ,
വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും. എൻ്റെ പേര് മഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് ഷിബു. ഞങ്ങൾ ഇടുക്കി രൂപതയിലെ കരിമ്പൻ സെൻറ് മേരീസ് ചർച്ച് ഇടവകയിൽ നിന്നും വരുന്നു. 2023 മെയ് 31 ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് നടുവിന് വേദനയും കാലിന് വേദനയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റും MRI എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളിത് കേട്ടപ്പോൾ ആകെ തകർന്ന് കരഞ്ഞ് ആ അവസ്ഥയിൽ ഇറങ്ങി അടുത്തുള്ള മുതലക്കുടം ഹോളി ഫാമിലി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത് എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. കരഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പോയപ്പോൾ വീണ്ടും ഞാൻ മൂന്നാമത് കേൾക്കുവാണ് എൻ്റെ പേര് വിളിച്ചത്, മഞ്ജു ചേച്ചി എന്ന് തന്നെ ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ പേര് ആരാ ഇവിടെ നിന്ന് വിളിക്കുന്നത്, എന്നെ ഇത്രമാത്രം അറിയുന്നത് ആരാ എന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സഹോദരി കൃപാസനം പത്രവുമായി എൻ്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് കരയുന്നത്, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വരുന്നതാണ്, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് ഹസ്ബൻഡിന് ക്യാൻസറാണ് എന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി എൻ്റെ കണ്ണുനീര് തുടച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യനല്ലേ, ഞാനൊരു ഹിന്ദുവാണ്, എന്നെക്കാളും വിശ്വാസം നിങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ആ സഹോദരി ഉടമ്പടി തൈലം തന്നിട്ട് ഇത് കൊണ്ടുപോയി ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കൂ, നിങ്ങൾ അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുക്ക്, നിങ്ങൾ അമ്മ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കൃപാസനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കാര്യം പത്രമൊക്കെ വായിക്കുമെന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. മാതാവെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഓർത്തു, കൃപാസനം മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് വിളിക്കുന്നത് കേൾക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ ഇവിടെ വന്നു. ഞാനും ഹസ്ബൻഡ്, എൻ്റെ 2 കുട്ടികളുണ്ട്, ഞങ്ങൾ കുട്ടികളും എൻ്റെ പപ്പയും മമ്മിയായിട്ട് ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടോക്കൺ എടുക്കണമെന്ന് അറിയില്ലായിരുന്നതുകൊണ്ട് അന്ന് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ബ്രദറിനെ കണ്ടപ്പോൾ ബ്രദർ പറഞ്ഞു, ഇനി ഒരു ദിവസം വന്നാൽ മതി, അച്ഛനെ കാണിച്ച് പ്രാർത്ഥിപ്പിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് ശേഷം RCCയിൽ ട്രീറ്റ്മെൻറ്റിനായി പോയി. അവിടുന്ന് കീമോ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് കീമോ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ താമസം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി അച്ഛനെ കണ്ട് അച്ഛൻ ഞങ്ങളെ കൈവയ്പ് വഴി തലയിൽ പിടിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഡോക്യുമെൻ്റ് മാതാവിൻ്റെയും ഈശോയുടെയും രൂപത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ തലയിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അന്ന് ഞാൻ ഇവിടെ മുട്ടിൽ നിന്ന് മാതാവിൻ്റെ മുമ്പിൽ ഒരുപാട് കരഞ്ഞു. കാരണം എനിക്കതുവരെയും എൻ്റെ വിഷമം എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കുമെന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് തിരികെ പോകുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ധൈര്യം വന്നു. എനിക്കൊരു സങ്കടവും ഇല്ലായിരുന്നു. മാതാവ് സുഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒറ്റ കോഴ്സ് മരുന്നുകൊണ്ട് തന്നെ 6 മാസം കൊണ്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ പൂർണ്ണമായും സുഖപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് വേണമായിരുന്നു, ബോൺമാരോ ട്രാൻസ്പ്ലാന്റ്, മജ്ജയിലായിരുന്നു ക്യാൻസർ. അന്ന് ഞങ്ങൾ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരുന്നു. പക്ഷേ 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കിട്ടുകയുള്ളായിരുന്നു. ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. പക്ഷേ ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് നടത്തിയില്ലെങ്കിൽ ഇത് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ വീണ്ടും വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ
ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഡേറ്റ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ അവിടുന്ന് എന്നെ വിളിച്ചു, ഒരു സ്ലോട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് കാലിയായി കിടപ്പുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് അഡ്മിറ്റ് ആകാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. പക്ഷേ ആ സമയത്ത് 1 മാസത്തേക്കാണ് അവിടെ അഡ്മിറ്റ് ആകേണ്ടത്. ആ സമയത്ത് അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തുള്ള ആളുകളുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി ആണെങ്കിൽ വളരെ മോശം. ബൈസ്റ്റാൻഡറായിട്ടാണ് ഞാനാണ് കൂടെ പോകേണ്ടത്. എനിക്ക് ആ സമയത്ത് ചുമയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാനിവിടുന്ന് കഫ്സിറപ്പം കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എനിക്ക് മുമ്പേ അവിടെ പോയി എനിക്കുള്ള ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തരണേ. എനിക്ക് അവിടെ നിന്നും ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് അവിടുന്ന് പുറത്തിറങ്ങാൻ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിൻ്റെ അകത്തേക്ക് കയറി എഴുപ്പാം ഒരു അസ്വസ്ഥതകളും ഇല്ലായിരുന്നു. എല്ലാം ഞങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ അവിടെ നടത്തി തന്നു മാതാവ്. അങ്ങനെ ഞാൻ പക്ഷേ പ്രാർത്ഥനയെല്ലാം കൃത്യമായിട്ട് തന്നെ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയെല്ലാം കൃത്യമായിട്ട് നടന്നു. യാത്ര പോകുകയാണെങ്കിൽ വാഹനം നിർത്തി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എവിടെയാണോ പള്ളി കാണുന്നത് ആ പള്ളിയിൽ കയറി കുർബാന എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും 2 ആഴ്ച കൂടുമ്പോൾ കൃത്യമായി കുമ്പസാരിക്കുകയും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ചു തന്ന മാതാവ് എനിക്ക് ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് RCCയിൽ വെച്ച് ഈ പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആ തിരിയിൽ മാതാവ് എനിക്ക് തെളിഞ്ഞു നിൽക്കുവാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം എല്ലാവരോടും കൂടി മാതാവ് എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു മാതാവ് എന്നെ ഈ പാപിയായി എന്നെ അത്രയ്ക്ക് മാതാവ് ശ്രദ്ധിക്കുമോ, എൻ്റെ മാതാവിൻ്റെ അത്ഭുതം നടക്കുമോ എന്നൊക്കെ. പക്ഷേ ആ മാതാവിനെ കണ്ടപ്പോൾ എനിക്കറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് 1 മാസത്തേക്ക് അഡ്മിറ്റായെങ്കിലും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇന്ന ദിവസം ഞങ്ങളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കണമെന്ന്. കൃത്യം 19 ദിവസമായപ്പോൾ ഹൈഡോസ് കീമോ ചെയ്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഡോക്ടർ വന്ന് പറഞ്ഞു, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, നിങ്ങളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുവാന്ന് പറഞ്ഞു. 19ാമത്തെ ദിവസം ഞങ്ങളെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വന്ന് 100 ദിവസത്തെ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 100 ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡ് വീണ്ടും ജോലിക്ക് പോയി. അപ്പോൾ ആ സമയത്ത് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. 2024 ഒക്ടോബർ 27 ഹെമറേജ് സ്ട്രോക്ക് ആയിരുന്നു. അന്ന് സൺഡേ ആയിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഡോക്ടർ കാര്യമായി ട്രീറ്റ്മെൻറ്റ് നടന്നില്ല. അന്ന് വൈകുന്നേരമാണ് MRI ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് സ്ട്രോക്കാണെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും തലയ്ക്കകത്തെ ഒരു ഭാഗം തന്നെ പൂർണ്ണമായിട്ടും നശിച്ചു പോയിരുന്നു. സെർബെല്ലും തലാമസും എല്ലാം നശിച്ചു പോയി. ആൾ അൺകോൺഷ്യസ് ആയി, ICUവിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, ഇനി അങ്ങോട്ട് എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടതെന്ന്. കഴിഞ്ഞ് 3-ാം ദിവസം സർജറി ചെയ്തു. മേജർ സർജറിയാണ്. 6.5 മണിക്കൂർ സമയമെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു 3.5 മണിക്കൂറായപ്പോഴത്തേക്കും സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു, ഒരു കുഴപ്പവും സംഭവിക്കുകയല്ലോ എന്നോർത്തിരുന്നപ്പം പക്ഷേ ആൾ അൺകോൺഷ്യസ്. ഡോക്ടർ പറഞ്ഞു, പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല, കാരണം ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് ആൾ ഉണ്ടാവുകയുള്ളൂ എന്ന്. ഒരു സൈഡ് ഫുൾ പാരലൈസായി പോയായിരുന്നു. കഴിഞ്ഞ് ബോധവും ഇല്ല, ഒന്നുമില്ല. ആൾ വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന സമയത്ത് 5 മിനിറ്റ് വിസിറ്റേഴ്സ് ടൈമുണ്ട്. ആ സമയത്ത് ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി ആളുടെ നെറുകന്തല തൊട്ട് ഉള്ളങ്കാല് വരെയും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ എൻ്റെ ഉടമ്പടി കാശുരുവ ഞാനൊരു കൊന്തയിൽ പിൻ ചെയ്ത് കയ്യിൽ ചുറ്റിയിട്ടു. അതിൻ്റെ നേഴ്സിനോട് പറഞ്ഞു, എൻ്റെ ഏറ്റവും വില പിടിച്ച ആണ് ഉടമ്പടി കാശുരുവം, സിസ്റ്ററിനറിയാമല്ലോ. ആ സിസ്റ്റർ ഉടമ്പടി എടുത്തതായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങൾ നോക്കിക്കോളാം, അത് നഷ്ടപ്പെടുത്താതെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉടമ്പടി കാശുരുവം കയ്യിൽ പിൻ ചെയ്ത് കൊന്തയിട്ട് ചുറ്റിയിട്ടിരുന്നു. അങ്ങനെ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും 5 മിനിറ്റ് സമയമുണ്ട്. ആ സമയം ഫുള്ള് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആൾക്ക് ഞാൻ ചോദിക്കും, അമ്മ മാതാവ് എന്തിയെ മുറുക്കെ പിടിച്ചോണം കേട്ടോ, കളയരുതെന്ന് പറയുമ്പോൾ ആ അൺകോൺഷ്യസിലും ആ ഒരു കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കും, ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നത് കാണാമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം ഇങ്ങനെ ബായിൽ ഇതാക്കി കൊടുത്താൽ ചിലപ്പോൾ ഇറങ്ങിപ്പോകില്ല ആ ബോധാവസ്ഥയിൽ. അതുകൊണ്ട് ഞാൻ ഈ ചുണ്ടയിൽ വയ്ക്കുമ്പം ആ ചുണ്ടിങ്ങനെ നുണഞ്ഞിറക്കുന്നതായിട്ട് എനിക്ക് കാണാമായിരുന്നു. അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ചാപ്പലിൽ പോയി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും അവിടെ മുട്ടിൽ നിന്ന് കൈകൾ വിരിച്ച് പിടിച്ച് ജപമാല ചൊല്ലുകയും ആ ഹോസ്പിറ്റലിൽ ബൈബിൾ ഉണ്ടായിരുന്നു അതെടുത്ത് വായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ ഡോക്ടർ എന്നെ ആശ്വസിപ്പിക്കുകയാണ്, എന്തു വന്നാലും ധൈര്യത്തോടെ നേരിടണം,
പക്ഷേ ഒന്നും പറയാനില്ല, ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇയാളില്ല. 30% സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് ഒരു ചാൻസ് ഉള്ളൂ. ഇത് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞു. ബോഡി ഫുൾ ഇൻഫെക്ഷനായി, 106 ഡിഗ്രി പനിയാണേലും മാറുന്നില്ല എന്ന് ട്രക്കോസ്റ്റമി ചെയ്തു. അതിലെല്ലാം ഫുൾ ഇൻഫെക്ഷൻ. ന്യൂമോണിയ വന്ന ആൾ പോയെന്ന് പറഞ്ഞു. പക്ഷേ ന്യൂമോണിയ അതിൻ്റെ ആ അണുബാധ ലങ്സിലേക്ക് കിടക്കാതെ അവിടെ ചെസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ഉടമ്പടി മാതാവ് ചെയ്ത ഭയങ്കര അത്ഭുതമാണത്. പിന്നെ ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത്, ഞങ്ങൾക്ക് പൈസയുടെയൊക്കെ പ്രശ്നം കാരണം ഡിസ്ചാർജ് ചെയ്ത് ESI കിട്ടുമായതുകൊണ്ട് കോലഞ്ചേരി MOC ഹോസ്പിറ്റലിലേക്ക് ICU ആംബുലൻസിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ CT ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് അവിടെ പാലായി പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളൂ, ആളുടെ കണ്ടീഷൻ വെരി ക്രിട്ടിക്കലാണ്, നിങ്ങൾ ഒരു പ്രതീക്ഷയും വേണ്ട, നമ്മൾ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ. അപ്പോൾ വീണ്ടും ഞാൻ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര സങ്കടം. ഈ കാശ് രൂപ എടുത്ത് മുറുക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ സർജറി ചെയ്ത ഭാഗത്തുനിന്ന് ഫ്ലൂയിഡ് ഇങ്ങനെ കംപ്ലീറ്റ് പൊയ്ക്കൊണ്ടിരിക്കുക. അത് പോകുന്ന വളരെ ആളുടെ നില അതിനനുസരിച്ച് വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്നു. അപ്പം വീണ്ടും ഒരു സർജറി അവിടെ സജസ്റ്റ് ചെയ്തു. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഞാനിവിടെ സർജറി ചെയ്യില്ല, കാരണം നിങ്ങൾ ഇതിനു മുമ്പ് എന്തുകൊണ്ട് ആദ്യം ഇങ്ങോട്ട് വന്നില്ല, വേറെ ഹോസ്പിറ്റലിൽ പോയില്ലേ, അവിടെ തന്നെ പോയി വീണ്ടും സർജറി ചെയ്തുകൊണ്ട് വന്നാൽ ബാക്കി ഞാൻ നോക്കാം, അല്ലാതെ ഞാനിവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതെ എനിക്ക് ആകെ ഒരു ആ അവസ്ഥയിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശിലും കയ്യിലെടുത്ത് മുറുക്കെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ആ ഡോക്ടറെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് സർജറി ചെയ്യിക്കണം, അമ്മ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണം, അമ്മ ഈശോയോടൊന്ന് പറഞ്ഞ് ഞങ്ങൾക്കിതൊന്ന് സാധിച്ചു തരണം, ആ ഡോക്ടറുടെ മനസ്സ് മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഡോക്ടറുടെ കാലേ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് വേറെ ഇനി ഒരു ആശ്രയവുമില്ല, ഡോക്ടർ എങ്ങനെയെങ്കിലും ഇത് ചെയ്തു തന്നേ മതിയാവൂ, അത് കഴിഞ്ഞിട്ട് എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ആദ്യമൊക്കെ സമ്മതിച്ചില്ല. എന്നിട്ടും പിന്നീട് ഡോക്ടർ പറഞ്ഞു, ഇനി എന്തേലും ആട്ടെ ഞാൻ ചെയ്യാം എന്നൊരു വാക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ സർജറിക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ആ ഫിക്സ് ചെയ്ത ഡേറ്റിൽ അന്ന് സർജറി നടന്നില്ല, കാരണം ESIയുടെ അന്ന് ഫണ്ട് വരാൻ താമസിച്ചു, അതുകൊണ്ട് അന്ന് നടന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സർജറി ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നെറ്റി തുളച്ച് ഒരു ഷണ്ട് ഇടണം, എന്നിട്ടും നിന്നില്ലെങ്കിൽ വയറ്റിലേക്ക് സ്ഥിരമായിട്ടൊരു ഷണ്ട് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സർജറി നടക്കാതിരുന്നുകൊണ്ട് മാറ്റിവെച്ചു. അതിന് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാണ് സർജറിയുടെ ഡേറ്റ് തന്നത്. ആ സർജറി ചെയ്യേണ്ട ഡേറ്റിന് തലേ ദിവസം അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ശക്തിയാൽ ആ ഫ്ലൂയിഡ് തനിയെ നിന്നു, ഒരു ഷണ്ട് ഇടേണ്ടതും വന്നില്ല, സർജറി സക്സസ് ആയിരുന്നു, ആൾ രക്ഷപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ഈ ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ കരഞ്ഞ് ഇങ്ങനെ ഇരുന്നതുകൊണ്ട് എനിക്ക് ഞാൻ ആ ധ്യാനം കൂടിയ സമയത്ത് ഉറങ്ങിയതിൽ മയക്കത്തിൽ എനിക്ക് നല്ല വെളുത്ത ഭയങ്കര മഞ്ഞിനകത്ത് വെളുത്ത കൈകൾ വന്ന ഈ ഓക്സിജൻ ട്യൂബ് ഊരി മാറ്റുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ എന്നിട്ട് വീണ്ടും ഞാൻ ഈ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും എനിക്ക് ഇത് ആൾ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് എനിക്കൊരു ദർശനം കിട്ടി. അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ അത്ഭുതം പ്രവർത്തിക്കണമെന്ന്. അങ്ങനെ എനിക്ക് കൃപാസനം അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ദൈവം അത്ഭുതകരമായി എനിക്ക് സൗഖ്യപ്പെടുത്തി ഈ വ്യക്തി ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാനൊന്ന് പ്രാർത്ഥിച്ചത്, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒരു ജീവനോടെ എനിക്കൊരു കൂട്ടായിട്ട് ഒരാളായിട്ട് മാത്രമേ എങ്കിലും എനിക്ക് ജീവനോടെ തരണേ, ഒരിക്കലും എൻ്റെ ആയുസിൻ്റെ പകുതി എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, എന്നോടൊപ്പം ഞാൻ ജീവിക്കുന്ന കാലം വരെ എനിക്ക് കൂട്ടായിട്ടുണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം അതിൽ ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ച് ആൾ എഴുന്നേറ്റ് നടക്കുന്നത്. കാരണം ഡോക്ടേഴ്സിന് വൈദ്യശാസ്ത്രത്തിന് ഇത് അസാധ്യമാണ്. ഡോക്ടർ പറഞ്ഞു, പാലായിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഈ ആൾ ജീവനോടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് തിരിച്ചു കൊണ്ടുവരണം കേട്ടോ, എനിക്കൊന്ന് കാണാനാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പായിട്ടും ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും ഞാൻ കൊണ്ടുവരുമായിരുന്നെന്ന്. എന്നിട്ട് ഞാൻ 65 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഈ ഡോക്ടർ ഓരോ റിവ്യൂവിന് ചെയ്യുമ്പോഴും പറയും, ഡോക്ടർ ഇത് വളരെ അസാധ്യമാണ്, കാരണം നിങ്ങൾ മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ്, വളരെ ഫൈറ്റ് ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്, മരിച്ചു പോയെടുത്തുന്ന ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ദൈവം ഉയർപ്പിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ നിൽക്കുന്നത്. എൻ്റെ അമ്മ മാതാവും ഈശോ അവിടുത്തെ തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്നുള്ള വലിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ രോഗികൾക്ക് ചികിത്സാ സഹായം എന്നെക്കൊണ്ട് കഴിവുന്നുള്ള വിധത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ വിശക്കുന്നവർക്ക് ഭക്ഷണം
കൊടുക്കുമായിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉപകാരം ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കൃപാസനം പത്രവും കാശുരൂപം, കൊന്ത, ഉപ്പ് എല്ലാം വാങ്ങിച്ച് രോഗികൾക്ക്, ആളുകളുടെ ഇടയിലേക്ക് കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഈ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ എൻ്റെ വീട്ടിലെത്തുന്ന സമയം വരെ ഞാൻ കാണുന്ന ആരാന്നൊന്നും നോക്കില്ല, എല്ലാം പോയി എൻ്റെ അനുഭവങ്ങൾ ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞാണ് പത്രം കൊടുത്തിരുന്നത്. ഞാൻ തിരുവനന്തപുരം RCC വരെ പത്രം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പത്രം ഇങ്ങനെ അശ്രദ്ധമായിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ആ പത്രം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. കാരണം ഈ പത്രം ഇങ്ങനെ നിലത്തിട്ട് ആരെങ്കിലും ചവിട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ രോഗികളായിട്ട് കിടക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി കഴിയുമ്പം പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ ആളെ കൊണ്ടുവന്ന് നേരിട്ട് സാക്ഷ്യം, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം, നിങ്ങൾ വായിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, അമ്മ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ആളെ കാണിച്ചു കൊടുത്താണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. മരിച്ചുപോയ അവസ്ഥയിൽ നിന്ന് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത് ഇത്രയും വലിയ ഒരു ഇതിലേക്ക് ദൈവം എന്നെ ഇപ്പോഴും ജീവിക്കാൻ അനുവദിച്ചു. ഒരു തണലായി താണായി എന്നൊരു കൂടെ ഉണ്ടായാൽ മതി എന്നുള്ള പ്രാർത്ഥിച്ചിട്ട് ഏറ്റെടുക്കാത്ത രീതിയിൽ ഇത്രയും വലിയ ഒരു അവസ്ഥയിൽ എന്നെ എത്തിച്ച ഈശോയ്ക്കും മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി, ഒരു കോടിയല്ല കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എസെക്കിയേൽ 37:6 ഞാൻ നിങ്ങളുടെ മേൽ നരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും. മഞ്ജു ഷിബു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ഷിബുവും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഈ സഹോദരൻ്റെ ജീവൻ അമ്മ മാതാവ് തിരികെ നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യത്തെ വളരെ അപകടകരമായ രോഗാവസ്ഥയിൽ പൂർണ്ണമായ സൗഖ്യം നൽകിയതിനെയാണ് സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് ജോലിക്ക് പോയി തുടങ്ങുമ്പോഴാണ് രണ്ടാമത്തെ അതിലും ഗൗരവമുള്ള രോഗത്തിലേക്ക് കുടുംബം ചെന്ന് വീഴുന്നത്. ഒരു സ്ട്രോക്ക് വരുന്നു. അത് ആ തലച്ചോറിൻ്റെ ഏറിയ പങ്കും നശിച്ചു പോകുന്നു. ശരീരം മുഴുവനും പാരലൈസ്ഡ് ആവുന്നു. ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഡോക്ടർമാർ പൂർണ്ണമായും കൈവിടുന്നു. ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തു നോക്കി. ചെയ്ത് തിരികെ വന്നിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിനും ക്ലേശത്തിനുമാണ്. സഹോദരി പറയുന്നുണ്ട്, ജീവച്ഛവം പോലെ എൻ്റെ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും യാതൊരു അനക്കവുമില്ലാതെ, കണ്ണു തുറക്കാതെ, ശരീരമനങ്ങാതെ എൻ്റെ ഭർത്താവ് അവിടെ കിടക്കുമ്പോഴും ഓരോ തവണയും കാണുവാൻ കിട്ടുന്ന അവസരത്തിൽ ഞാൻ ഉടമ്പടി തൈലവുമായി അകത്ത് കയറി ചെന്ന് ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് അമ്മ മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ സഹായിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്പത്തിൻ്റെ കൂടെ എൻ്റെ ഉടമ്പടി ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് ആന്തരിക അവയവങ്ങളെ സൗഖ്യപ്പെടുത്തി ബലപ്പെടുത്തുവാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുമാത്രമായിരുന്നു എനിക്കുള്ള പ്രത്യാശയും എൻ്റെ വിശ്വാസവും. സഹോദരി പറയുന്നുണ്ട്, ഡോക്ടർമാർ കൈവിടുന്നുവെങ്കിലും രണ്ടാമത്തെ ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്നില്ലെങ്കിലും എൻ്റെ അമ്മ മാതാവ് കാത്തുകൊള്ളും. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന കൃത്യമായി സഹോദരി പറഞ്ഞിട്ട് എന്തു വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്, എൻ്റെ അമ്മ കൈവിടത്തില്ലെന്ന് മകൾ പറഞ്ഞതുകൊണ്ട് മാത്രം അടുത്ത ഓപ്പറേഷന് വേണ്ടി വിധേയനാകുന്നു. എന്നിട്ട് ലഭിക്കില്ലെന്ന് കരുതിയത്, തളർന്നു കിടക്കുമെന്ന് കരുതിയത്, എഴുന്നേറ്റ് നടക്കില്ലെന്ന് കരുതിയത് ആ സഹോദരനെ, ജീവിത പങ്കാളിയെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അമ്മ മാതാവ് കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ലോകത്തിന് സാക്ഷ്യമായി വൈദ്യശാസ്ത്രം പരിഭ്രമിച്ചു നിൽക്കുകയും പരാജയപ്പെടുമെന്ന് കരുതുകയും അസാധ്യമെന്ന് പറയുകയും ചെയ്ത ഒരു രോഗക്ലേശത്തിന് പൂർണ്ണമായ സൗഖ്യം നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സഹോദരന് നൽകിയതിന് ജീവൻ, സഹോദരൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാമതൊരു ജീവൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന്
ജീവൻ നൽകിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ കുടുംബം നന്ദി പറയുന്നു.